കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മ കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. കൊല്ലപ്പെട്ടത് ജൈനമ്മ തന്നെയെന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. DNA ഫലം ഉൾപ്പെടെ ലഭിച്ചു. ടോബി ജോൺസൺ കോട്ടയം ചെയ്യുന്നു. ടോബി, സൈക്കോ സീരിയൽ കില്ലറായ സെബാസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ എല്ലാ തെളിവുകളും അടങ്ങിയ ആദ്യ കേസായി ജൈനമ്മ കേസ് മാറുന്നു. അതായത് സെബാസിന് ഇനി രക്ഷയില്ല, കൊല്ലപ്പെട്ടത് ജൈനമ്മ എന്ന് തെളിയുന്നു. മറ്റു കേസുകളെല്ലാം പോലീസിനെ ആശങ്കയിലാക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും ഈ ഒരു കാര്യമാണ്. പലപ്പോഴും പല അസ്ഥികളും ആരുടെ നിന്ന് തിരിച്ചറിയാനായിട്ടില്ല. ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. ബാക്കി കേസുകൾ ഇനി എന്തൊക്കെയായിരിക്കും പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? ടോബി, വിവരം. സുഹേൽ, തീർച്ചയായിട്ടും കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണിത്. അതിൽ ആദ്യത്തെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് ക്രൈംബ്രാഞ്ചിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാസങ്ങൾ നീണ്ട അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ്. അത് കൃത്യമായി ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചു എന്നത് തന്നെയാണ് ഒരു വിജയമായി അവർ കാണുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫോൺ സംബന്ധിച്ചുള്ള അന്വേഷണമായിരുന്നു. ജൈനമ്മയുടെ ഫോൺ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഈ കേസിൽ നിർണായകമായത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോഴാണ് ഈ ഫോൺ ഈരാറ്റുപേട്ടയിൽ ഒരു കടയിൽ വെച്ച് ഉപയോഗിച്ചതായിട്ട് പോലീസ് കണ്ടെത്തുന്നത്. അത് സെബാസ്റ്റ്യനാണ് ഉപയോഗിച്ചതെന്നുള്ള അടക്കമുള്ള CCTV അടക്കം പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. തുടർന്നായിരുന്നു ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ചേർത്തലയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് രക്തക്കറകളും അതുപോലെ തന്നെ കത്തിക്കരിഞ്ഞ അസ്ഥിയുടെ ഭാഗങ്ങളും ഒക്കെ കിട്ടിയിരുന്നു. അതിന്റെ ഫോറൻസിക് പരിശോധന, DNA പരിശോധന തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് പിന്നീട് പോലീസ് കടന്നത്. ഒപ്പം തന്നെ സമാന്തരമായ രീതിയിൽ മറ്റ് തെളിവ് ശേഖരണവും നടത്തി. എന്തായാലും ആ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് നേരിട്ട് കോടതിയിലേക്കാണ് എത്തുന്നത്. അതിന്റെ ഒരു വിവരം മാത്രമേ പോലീസിന് നൽകുകയുള്ളൂ. എന്തായാലും അത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റപത്രത്തിൽ ഈ സെബാസ്റ്റ്യൻ മാത്രമാണ് പ്രതി എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. കൂടുതൽ മറ്റേതെങ്കിലും പ്രതികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും മറ്റ് കേസുകൾ, അതായത് മറ്റ് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസുകൾ ഇപ്പോഴും അന്വേഷണത്തിൽ ഇരിക്കുകയാണ്. അതിൽ വിശദമായിട്ടുള്ള തെളിവുകൾ അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചാൽ അത് സംബന്ധിച്ചുള്ള കുറ്റപത്രങ്ങളും പോലീസ് ക്രൈംബ്രാഞ്ച് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുഹേൽ, ചേർത്തലയിലെ ആ ഒറ്റപ്പെട്ട വീട്ടിൽ പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി ചോദ്യം ചെയ്തപ്പോൾ ചിരിച്ചുകൊണ്ട സെബാസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. തെളിവില്ലല്ലോ എന്ന അഹങ്കാരം അഹന്തയമായിരുന്നു അയാൾക്ക്. പക്ഷേ ആ അഹങ്കാരത്തിന് ഇനി ആയുസ്സില്ല. ഇതാ DNA പരിശോധനാ ഫലം ലഭിച്ചിരിക്കുന്നു. വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥി അത് ജൈനമ്മയുടേതാണ്. അതുപോലെ മറ്റു കേസുകളിലും തെളിവുകൾ ഉടൻ പുറത്തുവരും. സെബാസ്റ്റ്യൻ ഇനി രക്ഷയില്ല. ടോബി ജോൺസൺ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.